നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ശതവാഹന രാജാക്കന്മാരെ കുറിച്ചാണ്. ഓക്കെ, ശതവാഹന രാജാക്കന്മാർ മൗര്യ കാലഘട്ടത്തിൽ ഡെക്കാനിൽ നിലനിന്നിരുന്ന ആദ്യത്തെ രാഷ്ട്രീയ ക്രമമാണ് ശതവാഹന രാജാക്കന്മാർ എന്ന് പറയുന്നത്. ലിഖിതങ്ങൾ, നാണയങ്ങൾ, പുരാണങ്ങൾ എന്നിവയിൽ നിന്നാണ് ശതവാഹന രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ മൗര്യ രാജാക്കന്മാരുടെ സമകാലികമായിട്ട് ഡെക്കാനിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ ക്രമമാണ് ശതവാഹനന്മാർ എന്ന് പറയുന്നത്. സ്ഥലം ഓർക്കണം, ഡെക്കാനാണ് അവരുടെ സ്വദേശം എന്ന് പറയുന്നത്. ഇനി ഇവരെക്കുറിച്ച് നമുക്ക് തെളിവ് ലഭിക്കുന്നത് ലിഖിതങ്ങൾ, നാണയങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ പുരാണ കൃതികളിലെല്ലാം തന്നെ ഇവർ അറിയപ്പെടുന്നത് ആന്ധ്രാക്കാർ അല്ലെങ്കിൽ ആന്ധ്ര ഭൃത്യന്മാർ എന്ന പേരിലാണ്. എന്നാൽ ഇവരുടെ ഭരണകാലയളവ്, ജന്മദേശം എന്നിവയെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് ഏകാഭിപ്രായമില്ല. എന്നിരുന്നാലും BCE 50 മുതൽ CE 225 വരെയാണ് ഇവരുടെ കാലഘട്ടമെന്നും 15 രാജാക്കന്മാർ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക്, അതായത് BCE 50നും CE 225നും ഇടയ്ക്ക് ഏകദേശം 15ഓളം രാജാക്കന്മാർ ഈ ഡെക്കാൻ കേന്ദ്രമാക്കിയിട്ട് ശതവാഹന എന്ന് പറയുന്ന ഒരു രാജവംശം ഇവിടെ ഭരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൗര്യ കാലഘട്ടത്തിന് സമകാലികമായിട്ട് ഡെക്കാനിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ശതവാഹന രാജാക്കന്മാർ എന്ന് പറയുന്നത്. ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ലിഖിതങ്ങൾ, നാണയങ്ങൾ, പുരാണങ്ങൾ എന്നിവയിൽ നിന്നുമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇവർ ഈ പുരാണങ്ങളിലും അതുപോലെ നാണയങ്ങളിലൊക്കെ ആന്ധ്രാക്കാർ അല്ലെങ്കിൽ ആന്ധ്ര ഭൃത്യന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇനി കാലയളവ് നോക്കുകയാണെങ്കിൽ BCE 50നും 225നും ഇടയിൽ ഏകദേശം 15ഓളം രാജാക്കന്മാർ ഈ ഒരു ഡെക്കാൻ കേന്ദ്രമാക്കി ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ശതവാഹനന്മാരുടെ ആദ്യത്തെ ശക്തി കേന്ദ്രം ഡെക്കാനായിരുന്നു. എന്നാൽ തെലങ്കാന ആയിരുന്നു യഥാർത്ഥ ജന്മദേശമെന്ന് പുതിയ ചരിത്രകാരന്മാരും വാദിക്കുന്നുണ്ട്. ശതവാഹന സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ സിമുഖനാണ്. ഇനി ഇവരുടെ തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പ്രതിഷ്ഠാൻ അല്ലെങ്കിൽ പൈത്തൺ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ശതവാഹനന്മാരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഡെക്കാൻ ആയിരുന്നു. അതുപോലെ എന്നാൽ ആധുനിക ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇവർ തെലുങ്കാന എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആന്ധ്രാക്കാർ അല്ലെങ്കിൽ ആന്ധ്ര ഭൃത്യന്മാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് സിമുഖൻ എന്ന് പറയുന്ന ഒരാളെയാണ്. അതുപോലെ തലസ്ഥാനം മഹാരാഷ്ട്രയിലെ പ്രതിഷ്ഠാൻ അല്ലെങ്കിൽ പൈത്തൺ ആയിരുന്നു. മറന്നു പോകരുത്, പൈത്തൺ അല്ലെങ്കിൽ പ്രതിഷ്ഠാനാണ് ശതവാഹനന്മാരുടെ തലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശതവാഹന സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് പഠിച്ചു പോകുന്നത്. ആദ്യത്തെ ആളാണ് സിമുഖൻ, അതിനുശേഷം കൃഷ്ണൻ ഒന്നാമൻ, ശതകർണി ഒന്നാമൻ, ഹാലൻ, ഗൗതമിപുത്ര ശതകർണി, വസിഷ്ഠപുത്ര പുളിമായി, യജ്ഞശ്രീ ശതകർണി. ആദ്യത്തെ ആള് സിമുഖനും അവസാനത്തെ ആളാരാണ്? യജ്ഞശ്രീ ശതകർണി. ഇത് ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. സിമുഖൻ, കൃഷ്ണൻ ഒന്നാമൻ, ശതകർണി, ഹാലൻ പുത്ര ശതകർണി, വസിഷ്ഠപുത്ര പുളിമായി, യജ്ഞശ്രീ ശതകർണി. അദ്ദേഹമാണ് അവസാനത്തെ റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണൻ ഒന്നാമനാണ് സിമുഖന് ശേഷം ഭരണാധികാരിയായത്. നാസിക് ലിഖിതങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ സിമുഖന് ശേഷം അടുത്ത ഭരണാധികാരി എന്ന് പറയുന്നത് കൃഷ്ണൻ ഒന്നാമനാണ്. മറ്റൊരു പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ശതകർണി ഒന്നാമൻ എന്ന് പറയുന്നത്. സിമുഖൻ, കൃഷ്ണൻ ഒന്നാമൻ, ശതകർണി ഒന്നാമൻ. ഇദ്ദേഹത്തെക്കുറിച്ചും നാസിക് ലിഖിതങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഏകദേശം മാൾവ മുതൽ കൊങ്കൺ തീരം വരെ, അതായത് മാൾവ മുതൽ കൊങ്കൺ തീരം വരെ വ്യാപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആരുടെയാണ്? ശതകർണി ഒന്നാമന്റെ കാലഘട്ടത്തിൽ സാമ്രാജ്യം മാൾവ മുതൽ കൊങ്കൺ വരെ വ്യാപിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഭാര്യയായ നാഗനികയോടൊപ്പം അശ്വമേധയാഗം പോലുള്ള വൈദിക യാഗങ്ങൾ ഈ
ശതകർണി ഒന്നാമൻ നടത്തിയതായിട്ട് ഒരുപാട് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ശതകർണി ഒന്നാമന്റെ കാലത്താണ് ശാക രാജാക്കന്മാരുമായിട്ട് ശതവാഹന രാജാക്കന്മാർ ശത്രുത ആരംഭിക്കുന്നത്. അതായത് ഇവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശാക രാജാക്കന്മാർ ആരംഭിച്ചപ്പോൾ അത് ശാകന്മാരും ശതവാഹനന്മാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. അത് ആരംഭിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ശതകർണി ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ശാക ശതവാഹന ശത്രുത ആരംഭിക്കുന്നത്. ഈ ശതകർണി ഒന്നാമന്റെ സമകാലികനായ ശാക രാജാവാണ് നാഗപണൻ എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാക രാജാവാണ് നാഗപണൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് ശതകർണി ഒന്നാമന്റെ കാലഘട്ടത്തിലായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ശതവാഹന രാജാവാണ് ഹാലൻ എന്ന് പറയുന്നത്. ശതവാഹന രാജാവും സത്തസായി എന്ന് പറയുന്ന ഒരു കൃതിയുടെ കർത്താവുമാണ് ഹാലൻ എന്ന് പറയുന്നത്. ശാക ശതവാഹന ശത്രുതയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അടുത്ത രാജാവായിട്ടുള്ള ഗൗതമി പുത്ര ശതകർണിയുടെ കാലത്തോടെയാണ്. ഇദ്ദേഹം ഈ ശതവാഹന രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഗൗതമി പുത്ര ശതകർണി എന്ന് പറയുന്നത്. ഈ ശാക ശതവാഹന ശത്രുതയുടെ രണ്ടാം ഘട്ടം ഗൗതമി പുത്ര ശതകർണിയുടെ കാലത്തോടുകൂടിയാണ്. ഇദ്ദേഹം ശാക രാജാവായ നാഗപണനെ തോൽപ്പിക്കുകയും ശതവാഹന പ്രശസ്തി വീണ്ടെടുക്കുകയും ചെയ്തു. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ശക രാജാവായിട്ടുള്ള നാഗപണനെ തോൽപ്പിച്ചു. അങ്ങനെ ശാതവാഹന രാജാക്കന്മാരുടെ പ്രശസ്തി വീണ്ടെടുത്ത രാജാവാണ് ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്നത്. നാസിക്കിനടുത്തുള്ള ഒരു ലിഖിതത്തിൽ അദ്ദേഹം ഒരു ബുദ്ധവിഹാരം നൽകിയ ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം നാസിക് ലിഖിതങ്ങളിൽ ഏക ബ്രാഹ്മണൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നാസിക് ലിഖിതങ്ങളിൽ ഏക ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതമി പുത്ര ശതകർണിയാണ്. വസിഷ്ഠപുത്ര പുളിമായി ആയിരുന്നു മറ്റൊരു പ്രസിദ്ധ രാജാവ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ശക സംഘടനം നടന്നിരുന്നു. അവസാനത്തെ ശതവാഹന രാജാവാണ് യജ്ഞശ്രീ ശതകർണി എന്ന് പറയുന്നത്. വസിഷ്ഠപുത്ര പുളിമായി എന്ന് പറയുന്നത് മറ്റൊരു പ്രസിദ്ധ രാജാവാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഈ ശകന്മാരും അതുപോലെ ശതവാഹനന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ശതവാഹന രാജാവായിട്ട് കണക്കാക്കപ്പെടുന്നത് യജ്ഞശ്രീ ശതകർണിയെയാണ്. ശതവാഹനന്മാരാണ് ആദ്യമായി ഡെക്കാൻ ഉൾക്കൊള്ളുന്ന വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചത്. ശതവാഹന രാഷ്ട്രത്തിന്റെ വളർച്ച വ്യാപാരത്തെ ആശ്രയിച്ചിട്ടായിരുന്നു. അപ്പൊ വ്യാപാരത്തിലുണ്ടായിട്ടുള്ള സമൃദ്ധി എന്തിലേക്ക് നയിച്ചു? ആ ഒരു രാഷ്ട്രത്തിന്റെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. നാസിക്, കാൻഹേരി, കാർലെ എന്നിവിടങ്ങളിൽ ശതവാഹന ലിഖിതങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നാസിക്, കാൻഹേരി, കാർലെ എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കാൻ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പ്രദേശത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിച്ച രാജാക്കന്മാരാണ് ശതവാഹന രാജാക്കന്മാർ എന്ന് പറയുന്നത്. ശതവാഹനന്മാർ യഥാർത്ഥത്തിൽ ഒരു ഡെക്കാൻ ഗോത്രമായിരുന്നു. എന്നാൽ ഇവർ സ്വയം ഇവരെ പറയുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു എന്നാണ്. കാരണം അവർക്ക് സമൂഹത്തിൽ ഒരു ഉന്നത പദവി ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വയം ഇവർ പറഞ്ഞിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഗൗതമിപുത്ര ശതകർണിയൊക്കെ ഏക ബ്രാഹ്മണൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇവർ ഡെക്കാനിലുണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ശതവാഹന രാജാക്കന്മാർ എങ്ങനെയാണ് ചരിത്രത്തിൽ പ്രാധാന്യം നേടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ആദ്യമായിട്ട് ഭൂദാനം, അതായത് ഭൂമി ദാനം ചെയ്യുന്ന സമ്പ്രദായം, ലാൻഡ് ഗ്രാൻറ്റുകൾ ആരംഭിച്ചത്. ഇതാണ് പിന്നീട് ഇന്ത്യയിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ശതവാഹന രാജാക്കന്മാർ ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത് അവരുടെ ഭൂദാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബ്രാഹ്മണർ, കച്ചവടക്കാർ, ബുദ്ധ ഭിക്ഷുണികൾ, അതുപോലെ വ്യാപാരികൾ എന്നിവർക്കെല്ലാം ഇവർ ഭൂമിദാനം നൽകിയതായിട്ട് പറയുന്നുണ്ട്. ശതവാഹനന്മാർ ബ്രാഹ്മണർക്കും ബുദ്ധ ഭിക്ഷുണികൾക്കും നികുതിരഹിത ഗ്രാമങ്ങൾ നൽകിയിരുന്നു. ശതവാഹന സാമ്രാജ്യത്തിൽ 3 തരം ഭൂവുടമകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഉയരത്തിലുണ്ടായിരുന്നത് രാജാവാണ്, രണ്ടാമത്തേത് മഹാഭോജനം, മൂന്നാമത്തേത് സേനാപതിയുമായിരുന്നു. അപ്പോൾ ശതവാഹന രാജാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ശതവാഹന രാജാക്കന്മാർ എന്ന് പറയുന്നത് ഡെക്കാൻ കേന്ദ്രമാക്കി ഭരിച്ചിട്ട്, അതായത് മൗര്യ സാമ്രാജ്യത്തിന്റെ സമകാലികമായി ഡെക്കാൻ കേന്ദ്രമാക്കി ഭരിച്ചിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ശതവാഹന സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തലസ്ഥാനം മഹാരാഷ്ട്രയിലെ പൈത്തൺ ആയിരുന്നു എന്നും പിന്നെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.